നമസ്കാരം ഹരിപ്രസാദ് സർ. നമസ്കാരം. ഈ കോൺഗ്രസ് മുക്ത ഭാരതം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കെ പാർട്ടിക്ക് ആകെ കൂടി സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്ന അപൂർവം ചില സംസ്ഥാനങ്ങൾ. അത് കേരളത്തിലാകട്ടെ അധികാര തർക്കവും ഒപ്പം തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ അവരുടെ യോഗം കൂടിയിരുന്നു. അവിടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇവിടുന്ന് പോയ നേതാക്കന്മാരുടെ എല്ലാം ചെവിക്ക് പിടിച്ചു എന്നൊക്കെയാണ് പൊതുവിൽ പറയപ്പെടുന്നത്. എന്തായാലും കേരളത്തിൽ വന്ന ഈ നേതാക്കന്മാരൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, താക്കോൽ സ്ഥാനത്തെ ഒന്നും ചൊല്ലി യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നാണ്. മറ്റൊന്ന് കർണാടകയിലാണ്. കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ BJP-യുമായിട്ട് അടുക്കുന്നു എന്ന അഭ്യൂഹങ്ങളുണ്ട്. മറ്റൊരു ഏക്നാഥ് ഷിൻഡെ ആകുമെന്ന് പറയപ്പെടുന്നു. നമുക്കറിയാം മഹാകുംഭമേളയിൽ അദ്ദേഹം പങ്കെടുത്തു. മാത്രമല്ല ഇഷ ഫൗണ്ടേഷന്റെ ശിവരാത്രി സംഗമത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായി വേദി പങ്കിട്ടു. ഇതൊക്കെ അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂട്ടിയിട്ടുമുണ്ട്. എന്തായാലും ഈ കോൺഗ്രസ് പാർട്ടിക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെങ്ത് ഉള്ള അപൂർവ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെങ്കിൽ ഈ പാർട്ടിയുടെ ഭാവി എങ്ങനെയായിരിക്കും? താങ്കൾ എങ്ങനെ നോക്കിക്കാണും? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ടു ബി ഫ്രാങ്ക് അവരുടെ സ്ട്രാറ്റജിക്കൽ ഫെയിലിയർ ആണ് ഈ പാർട്ടി. ഈ പാർട്ടിയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ മൊത്തം കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നു ഒരു കാലത്ത്. അന്ന് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ചെറിയ ചെറിയ നേതാക്കന്മാര് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തും ഇപ്പോ ഫോർ എക്സാമ്പിൾ ബംഗാളില് മമതാ ബാനർജി ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു. നരസിംഹറാവു ഗവൺമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് മിനിസ്റ്റർ ആയിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു മമതാ ബാനർജി. അപ്പോ കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയായിട്ട് ഇരുന്നിരുന്ന 23 വർഷം ഒരു മുഖ്യമന്ത്രി ഭരിച്ചിട്ടുള്ള നാടാണ് മുഖ്യമന്ത്രി ഭരിച്ചിട്ടുള്ള നാടാണ് ബംഗാള്. അവിടെ നിന്ന് ഉയർന്നു വന്ന ഒരു തീപ്പൊരി നേതാവായിരുന്നു മമതാ ബാനർജി. പിന്നീട് മമതാ ബാനർജി ഈ ദേശീയ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ഈ ഗാന്ധി കുടുംബത്തിന്റെ ഒരു പരമ്പരയെ നേതൃസ്ഥാനത്തേക്ക് താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഒരു ഇതുവരെ അനുഷ്ഠിച്ചു പോന്നിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിനകത്ത് കപ്പാസിറ്റി ഉള്ള നേതാക്കന്മാരുണ്ടായിരുന്നപ്പോൾ അത് ഒരു ഒറ്റക്കെട്ടായിട്ട് അതിനെ കൊണ്ടുപോകാനും പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരെ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാനും അവർക്ക് സാധിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഒരു പരിധി വരെ സോണിയാഗാന്ധിയുടെ ആദ്യഘട്ടത്തിലൊക്കെ അത് സാധിച്ചിരുന്നു. പക്ഷേ ഇതിന്റെ ഗ്യാപ്പുകളില് ശക്തരായിട്ടുള്ള ഒരു നേതാവ്, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള ഒരു നേതൃസ്ഥാനത്തേക്കുള്ള ഒരാളില്ലാത്ത സമയത്ത് എന്ത് പറ്റുന്നു എന്ന് വിചാരിച്ചാൽ ഈ പ്രാദേശികമായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് അവരെ തഴയുക എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പല കാലഘട്ടത്തിൽ കടന്നുപോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ശരത് പവാർ പോയത്, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ മമതാ ബാനർജി പോയത്, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ജ്യോതിരാദിത്യ സിന്ധ്യ BJP-യിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാര് ഇപ്പൊ സിന്ധ്യയുടെ അച്ഛനായാലും ശരി, സച്ചിൻ പൈലറ്റിന്റെ അച്ഛനായാലും ശരി, അവരൊക്കെ ആ ഒരു കാലഘട്ടത്തില് രാജേഷ് പൈലറ്റ് എന്നൊക്കെ പറയുന്നത് ഒബ്വിയസ്ലി രാജീവ് ഗാന്ധിയെക്കാളും സഞ്ജയ് ഗാന്ധിയെക്കാളൊക്കെ എന്തുകൊണ്ടും മുൻനിരയിലേക്ക് വരാൻ സാധിച്ചിരുന്ന അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ലീഡേഴ്സാണ്. ഈവൻ കേരളത്തിൽ നിന്നുള്ള കരുണാകരൻ പോലും. പക്ഷെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ രാജീവ് ഗാന്ധിക്ക് വേണ്ടിയിട്ടും സഞ്ജയ് ഗാന്ധിക്ക് വേണ്ടിയിട്ടും അതിനുശേഷം സോണിയാഗാന്ധി വന്ന സമയത്തും ഒക്കെ ഇവരെ PV നരസിംഹറാവുവിനോടൊക്കെ ഈ കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ സങ്കടം തോന്നും. അത്രയും വലിയൊരു ലീഡർ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മേജർ ആയിട്ടുള്ള MP-മാരെ സപ്ലൈ ചെയ്തിരുന്ന സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ്. 40ഉം 42ഉം MP-മാര് ഏത് ഇലക്ഷനിലും ആന്ധ്രാപ്രദേശിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പാർലമെന്റിലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംസ്ഥാനത്ത് നിന്നുണ്ടായിരുന്ന ഏറ്റവും വെറ്ററൻ ആയിട്ടുള്ള ഒരു ലീഡർ ആയിട്ടുള്ള നരസിംഹറാവുവിനെ പോലും അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് പിന്നീടുള്ള കാലഘട്ടത്തിൽ എന്നുള്ളത് നമുക്കറിയാം. അപ്പോ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഒരാളെ മുന്നിലേക്ക് കൊണ്ടുവരണം, അവരുടെ കീഴിലെ ഈ സംവിധാനം പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു അജണ്ട ഉള്ളത് പോലെയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇതില് കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സ് അവർക്ക് വേണ്ടതായിട്ടുള്ള ഉയർച്ച പാർട്ടി സംവിധാനത്തിൽ കിട്ടാതെ വരുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോവാണ്. ഇപ്പൊ മമതാ ബാനർജി അവരുടെ വഴിക്ക് പോയതോട് കൂടിയിട്ട് ബംഗാളില് കമ്മ്യൂണിസ്റ്റ് ഭരണം മാറി. പക്ഷെ അതില് കോൺഗ്രസിന് ഉണ്ടായിരുന്ന അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടാം പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പാരലൽ ആയിട്ട് മമതാ ബാനർജി ഉയർന്നു വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ അത് NCP-യുടെ കാര്യം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അപ്പോ പ്രാദേശികമായിട്ട് ഇപ്പൊ കേരളത്തിലെ പ്രശ്നം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു
ഒരു ഒരു ഘടക കക്ഷിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറെ മറ്റേ എന്താ പറയാ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ കോൺഗ്രസ് പാർട്ടി ആ ഒരു സിസ്റ്റത്തിനെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ഫലത്തിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി ഒരു ഒരു സൈഡിൽ നിന്ന് ക്ഷയിക്കുകയും അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾ വലുതാവുകയും ചെയ്യുന്നുണ്ട്. ഈ പിന്നീട് ഘടകകക്ഷിയുടെ കീഴിൽ നിൽക്കേണ്ട ഘടകകക്ഷിയുടെ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറുകയാണ്. അതാണ് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ സംഭവിച്ചത്. ഇപ്പൊ DMK കണ്ണൂരിട്ടിയാൽ മറ്റേ മൂത്രം പോകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന്റെ കോട്ട കൊത്തളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോ ആ ഒരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രാദേശികമായിട്ട് അത്തരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. കോൺഗ്രസിന് ഒരു ഒറ്റ ഐഡിയോളജിയേ ഉള്ളൂ എന്റെ അഭിപ്രായത്തില്. അത് ഓപ്പോസിറ്റ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഐഡിയോളജിയാണ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ്. ഇപ്പൊ BJP വളർന്നു വരുന്നു എന്നുള്ളത് കാണുമ്പോൾ BJPയെ തളർത്താൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ അവനോൻ തളരുന്നുണ്ടോ വളരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ പല ആൾക്കാരും ഡൽഹി ഇലക്ഷനിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചതിനെ, ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി മത്സരിച്ചതിനെ, മറ്റേ കെജ്രിവാളിന്റെ തോൽവിക്ക് കാരണമായതിനെയൊക്കെ നഖശിഖാന്തം എതിർക്കുന്നുണ്ടെങ്കിലും ഒരു ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അവര് ചെയ്തതാണ് ശരി. കാരണം അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ കോൺഗ്രസിന്റെ വോട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് കൊടുത്ത് ആ പാർട്ടിയുടെ മറ്റേ വോട്ട് ബേസ് കൂട്ടുമ്പോൾ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പുറപ്പെട്ട് ആ പാർട്ടിയിൽ വോട്ട് ചെയ്ത് ശീലമായിട്ടുള്ള വോട്ടർ പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പറ്റുന്നത് അതാണ്. അവനവന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവനവന്റെ സ്റ്റാൻഡ്, അവനവന്റെ ബേസ് ഇത് മറന്നുകൊണ്ട് അത് ഇല്ലാതാക്കിക്കൊണ്ട് മറ്റുള്ള ഇപ്പൊ തൽക്കാലത്തേക്കുള്ള മറ്റേ ഓപ്പോസിഷൻ ആയിട്ടുള്ള വരുന്ന പാർട്ടിയുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുകയാണ് ഉണ്ടാകുന്നത്. അത് തന്നെയാണ് തമിഴ്നാട്ടിൽ ഉണ്ടായത്, അത് തന്നെയാണ് ആന്ധ്രയിൽ ഉണ്ടായത്, അത് തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിട്ടുള്ളത്, ഇത് തന്നെയാണ് ഡൽഹിയിലും സംഭവിച്ചിട്ടുള്ളത്, ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോ ഇപ്പൊ കേരളത്തില് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് കേരളവും അതുപോലെ തന്നെ കർണാടകയാണ്. കർണാടക ഒരു ടിപ്പിക്കൽ സംസ്ഥാനമാണ്. നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം അഴിമതിയുള്ള സംസ്ഥാനമാണ് കർണാടക. കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഒരു അതിപ്പോ BJP ഭരിച്ചാലും ശരി, കോൺഗ്രസ് ഭരിച്ചാലും ശരി, അവിടെ അഴിമതിക്ക് യാതൊരു തരത്തിലുള്ള പഞ്ഞുമില്ല സ്ഥലമല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ മാധ്യമ പ്രവർത്തകരും ഇപ്പൊ നമ്മളടക്കമുള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് പോലെ DK ശിവകുമാർ അത്ര എളുപ്പത്തില് കോൺഗ്രസ് വിട്ട് മറ്റേ BJPയിലേക്ക് ചേക്കേറുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പുള്ളിക്ക് അവിടത്തെ ഒരു സർവാധിപതിയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടിയിലെ DK ശിവകുമാർ. സിദ്ധരാമയ്യയുടെയൊക്കെ ശക്തി ഓൾമോസ്റ്റ് അവസാനിച്ച മട്ടാണ്. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനി ഈ പ്രത്യേകിച്ചും ഈ ഒരു 5 വർഷം അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയെയും അതുപോലെ തന്നെ മറ്റേ ഭരണത്തെയും അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ കുംഭമേളയില് ഇന്ത്യയിലെ ഒരു ഒരു സ്വാഭിമാന ഹിന്ദു പങ്കെടുക്കുന്നതിനെ ഒരു BJP ഇവന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഈഷ ഫൗണ്ടേഷനും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് സദ്ഗുരു അമിത്ഷാനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇദ്ദേഹത്തെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുമിച്ച് അവരൊരു വേദിയിൽ വന്നു എന്നുള്ളതിന് അതിൽ കൂടുതൽ ഒരു ഭാഷ്യം ഇപ്പോ തൽക്കാലം അതിന് നൽകേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഒരു ധാരണ. BJPയും അതിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BJP വളരെ എന്താ പറയാ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുള്ള പാർട്ടിയാണ്. കേരളത്തിൽ ഒഴിച്ച്. കേരളത്തിൽ മാത്രം എന്താണോ അത് അവര് നടപ്പാക്കാത്തത്. കാരണം അവര് സോളിഡ് ആയിട്ടുള്ള മറ്റേ എന്താ പറയാ ഒരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡെവലപ്പ് ചെയ്ത് അതിനെ സോളിഡ് ആക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ ഒരു ഒരു പൊളിറ്റിക്കൽ അപ്രോച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഏത് സംസ്ഥാനത്താണോ ഇപ്പൊ ഡൽഹിയിൽ 27 വർഷമായിട്ട് അവര് പ്രതിപക്ഷത്തിരുന്നു. വളരെ ഒരു ശാന്തമായിട്ട് പ്രവർത്തിച്ച് ആ അവസരം നോക്കി കൃത്യമായിട്ടുള്ള അവസരം മനസ്സിലാക്കി അതിന്റെ നേരത്തെ അവർ കൃത്യമായിട്ട് ആക്ട് ചെയ്യുകയും പൊളിറ്റിക്കൽ വിക്ടറി നേടുകയും ചെയ്തു. ഇനി അവിടെ കെജ്രിവാളിനോ കോൺഗ്രസിനോ ഒരു തിരിച്ചുവരവ് എളുപ്പമാവില്ല. അപ്പൊ ബംഗാളില് വളരെ പേഷ്യൻസോട് കൂടിയിട്ടല്ലേ BJP കാത്തിരിക്കുന്നത്. പക്ഷെ വൺസ് BJPയിലേക്ക് ഈ സംസ്ഥാനം മാറിക്കഴിഞ്ഞാൽ, അതിനുള്ള സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ പ്രയാസമായിരിക്കും. ഇപ്പൊ കേരളത്തില് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതാണ്. BJPയുടെ ഭാഗത്തു നിന്നുള്ള ഇവിടുത്തെ ഒരു ഒരു ഡെമോഗ്രഫി അല്ലെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ ശക്തിയുള്ള ഒരു സ്ഥലമാണ്. ഏതാണ്ട് 50% അടുത്ത് വോട്ടുണ്ട്. ഇനി ഹിന്ദുസിലായാലും തന്നെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ധാരാളം ആൾക്കാര്.
അപ്പൊ അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ എൻട്രി വളരെ സ്ലോ ആയിരിക്കും. പക്ഷെ കേരളത്തില് കോൺഗ്രസ് അടുത്ത തവണ ഭരണം കിട്ടും എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ തന്നെ അടി തുടങ്ങിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തല NSS യെസ്. ഹെഡ് ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ സുകുമാരൻ നായർ പറയുന്നു രമേശ് ചെന്നിത്തലയാണ് നമ്മളുടെ ഇനി അടുത്ത മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ. അതുപോലെ പിണറായി വിജയനെ എന്താ പറയാ വേദിയിൽ ഇരുത്തിക്കൊണ്ട് സ്വാഗത പ്രസംഗികൻ രമേശ് ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. സതീശൻ ഒരു സൈഡില് അത്തരത്തിലുള്ള അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നൊന്നും പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ ഇതുമായിട്ട് പോകുന്നു. ഡൽഹിയിൽ ഇരുന്നിട്ട് KC ചരട് വലിക്കുന്നു എന്നുള്ളതാണ് അതെ. അടുത്തൊരു വാർത്ത. അപ്പൊ ഒരു കേന്ദ്രത്തിന്റെ എന്താ പറയാ ഒരു സെറ്റിൽമെന്റ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വിശ്വസ്തൻ കൂടിയായിട്ടുള്ള KC അവസാന നിമിഷത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്. ശശി തരൂരിനും ആയാൽ കൊള്ളാമെന്നുണ്ട്. എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെയൊക്കെ ആലോചനയ്ക്ക് അല്ലെങ്കിൽ ആഗ്രഹത്തിന് ഒരു ബേസ് ഉണ്ട്. കാരണം എന്താ വെച്ചാല് ഇപ്പോ ഏത് ഒരു എന്താ പറയാ ഒരു പൊളിറ്റിക്സിന് പുറത്തുള്ള ഒരാളോട് പ്രസന്റ് ചെയ്യാവുന്ന ഏറ്റവും പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിനും തോന്നുന്നുണ്ട്. ഇത് എല്ലാ കാലത്തും കോൺഗ്രസിലുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നത് അടുത്തൊരു ടൈമും കൂടെ പിണറായി വിജയൻ കേരളത്തിൽ ഭരിക്കുമെന്ന് തന്നെയാണ്. അപ്പൊ അതിന് ഇപ്പോ കോൺഗ്രസ്സുകാര് കാണുന്ന കാരണം ഈ LDFന്റെ വോട്ട് ബേസ് മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. ധാരാളമായിട്ട് കടന്നു ചെന്നിട്ടുണ്ട്. അത് അവർക്ക് നിലനിർത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അതിലൊരു ക്വസ്റ്റ്യൻ യെസ്. ഉള്ളത്. അത് നിലനിർത്താൻ അവർക്ക് സാധിക്കുമെങ്കിൽ യാതൊരു സംശയവും വേണ്ട. ഈ കോൺഗ്രസിലെ അടി വീണ്ടും ഒരു 5 വർഷം പ്രതിപക്ഷത്തിൽ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അത് കേരളത്തിൽ പിന്നത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഇലക്ഷനിൽ മേജർ പ്രതിപക്ഷമായിട്ടോ ഭരണപക്ഷത്തിലേക്കോ BJP വരാനുള്ള സാധ്യതയുമുണ്ട്. ദേശീയ അതെ. ഈ നേതൃത്വം ആഭ്യന്തര അല്ലെങ്കിൽ ദേശീയ പ്രശ്നങ്ങളും തലത്തിൽ അധികാര തർക്കവും മറികടന്നില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ തീർച്ചയായിട്ടും നിഷ്പ്രഭമാകും എന്നുള്ള തീർച്ചയായിട്ടും സൂചനകളാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും വ്യക്തമാണ്. വളരെയധികം നന്ദി സർ. താങ്ക് യു. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.